2020 അങ്കമാലിയിൽ ഇപ്രാവശ്യം രംഗത്തിറക്കുന്നത് റോമി കുര്യാക്കോസിനെയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ടുള്ള വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അങ്കമാലിയിൽ അവർ പരീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണോ? രാഷ്ട്രീയത്തിൽ എങ്ങനെയാ? രാഷ്ട്രീയത്തിൽ നേരത്തെ ഉണ്ട്, കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു ഗ്യാപ്പ് വന്നു. അതിനുശേഷം നമ്മൾ പക്ഷേ 2020 ചില പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ മുതൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ വികസന പ്രവർത്തനങ്ങളും നമുക്കറിയാം. കഴിഞ്ഞ 2 ടേമിലായിട്ട് കിഴക്കമ്പലം എന്ന സ്ഥലത്തിനെ എങ്ങനെ ഒരു പൂങ്കാവനമാക്കി മാറ്റി എന്നുള്ളത് അത് വെളി വന്നത് പ്രൂവൺ ചെയ്തൊരു കാര്യമാണ്. അത് അന്ന് മുതൽ നമുക്ക് ആഗ്രഹമുണ്ട്, ഇത് എന്തുകൊണ്ട് ഇവിടെ സാധിക്കുമെങ്കിൽ അങ്കമാലിയിൽ അത് സാധിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്കമാലിയിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് ജനിച്ചു വളർന്ന ഒരാളാണ്. അത് അങ്കമാലിയിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് അതിനൊരു അവസരങ്ങൾ വന്നിട്ടില്ല. ഒരു അവസരം വന്നപ്പോൾ അത് 100% സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. വികസനം എന്ന ഒറ്റ കാര്യത്തിന് മാത്രം കണ്ടിട്ടാണ് നമ്മൾ ഈ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ്. അപ്പൊ ഇനിയിപ്പോൾ അതും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം, ഒരു മാസം ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആഗ്രഹം. അല്ലാതെ നമ്മളൊരു രാഷ്ട്രീയ ഒരു തൊഴിലായിട്ട് എടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല. നമ്മുടെ തൊഴിൽ പോകണം, ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ബിസിനസ്സുകളുണ്ട്, അത് നടക്കണം, കുടുംബജീവിതം വേണം, എല്ലാം വേണം. അപ്പോൾ അതൊക്കെയാണ് ആഗ്രഹങ്ങൾ. ഇത് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു രംഗത്ത് ഒരു ഇലക്ഷന് നിൽക്കുന്നു, അത് അങ്കമാലി പോലത്തെ ഒരു സ്ഥലത്ത് തന്നെ ആവുന്നു? അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അവസരം ലഭിക്കുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് പ്രോമിക്ക് ഏറ്റവും നന്നായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അതിന് പൊതുവെ കിട്ടുന്ന ഒരു സപ്പോർട്ട് ഇതിലും ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഒരു അവസരമാണ് ഞങ്ങൾക്ക് 2012 വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന പരിപാടിയിലൂടെ ഞങ്ങൾക്ക് വന്നത്. ആ അവസരം ഞങ്ങൾ ഉപയോഗിച്ചു. അതുപോലെ ഇതൊരു മറ്റൊരു സുവർണ അവസരമായിട്ട് ഞങ്ങൾ കാണുകയാണ്. അത് ഉപയോഗിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. 100% ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കും. അങ്കമാലിയുടെ ഒരു സുവർണ അവസരം ആ അവസരമാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. സ്വന്തം നാടിന് വേണ്ടി ഒരു അവസരം, നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.